ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ആഴ്ച കൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ബൈപ്പാസുകളും കണ്ടു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ബൈപ്പാസ് നമ്മൾ കാണാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ബൈപ്പാസ്. ഇത് പുതിയ ബൈപ്പാസ് ഒന്നല്ല, പഴയ ബൈപ്പാസ് തന്നെയായിരുന്നു. ഇവിടെ 4 വരിപ്പാതയായിരുന്നു ബൈപ്പാസ് ഉണ്ടായിരുന്നു, 2 ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ 6 വരിപ്പാതയും അതുപോലെ തന്നെ 2 ഭാഗത്തും സർവീസ് റോഡായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം പലരും ചോദിച്ചതാണ്, ഏതൊക്കെ ഭാഗത്താണ് എൻട്രിയും എക്സിറ്റും വരുന്നത് ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ എന്നുള്ളത്. പറവൂർ ഭാഗത്ത് നിന്ന് സമയത്ത് കോട്ടപ്പുറം പാലം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട്. ചേരമൺ ജുമാ മസ്ജിദ് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലം കഴിഞ്ഞിട്ട് നേരെ പടാക്കുളം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് 6 വരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട് എറണാകുളം ഭാഗത്തേക്കുള്ളത് ഈ ഭാഗത്തായിരുന്നു നിങ്ങൾക്ക് എൻട്രി വരുന്നത്. പടാകുളം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഇവിടുന്ന് മാത്രമേ 6 വരിപ്പാതയിൽ കയറാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എറണാകുളം പറവൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് എക്സിറ്റ് എടുക്കാൻ കൊടുങ്ങല്ലൂർ അമ്പലം അതുപോലെ തന്നെ ചേരമൺ ജുമാ മസ്ജിദ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ അഴീക്കോട് ഭാഗത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ എക്സിറ്റ് എടുക്കണമെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് എക്സിറ്റ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ചന്തപ്പുര അതുപോലെ തന്നെ കോതപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്നവരും ഇവിടുന്ന് എക്സിറ്റ് എടുക്കേണ്ട നിർബന്ധമാണ്. അല്ലാതെ അതിൻ്റെ ഇടയിൽ വേറൊരു എക്സിറ്റ് വന്നിട്ടില്ല. കോതപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊന്നും ഇവിടെ എക്സിറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും. പിന്നീട് എക്സിറ്റ് എടുത്തിട്ട് കറങ്ങി തിരിഞ്ഞു വരേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളെ ഇവിടുന്ന് കൊടുങ്ങല്ലൂർ അമ്പലം അതുപോലെ തന്നെ ചേരമൺ ജുമാ മസ്ജിദ് പോകുന്ന ആളുകൾ ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് കഴിഞ്ഞാൽ സർവീസ് റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഫസ്റ്റ് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേരമൺ ജുമാ മസ്ജിദിലും പോകാം അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലും പോകാം. ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അഴീക്കോട് മുനമ്പോ അതിൽ കൂടെ നമ്മളെ തീരദേശപാത കടന്നു പോകുന്നത്. ഇനി വേറൊരു അണ്ടർപാസ് കൂടെ ഉണ്ട്. ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു അണ്ടർപാസ് വരുന്നത് നമ്മളെ പടാക്കുളം ഭാഗത്താണ്. ഈ പടാക്കുളം ഭാഗത്ത് വരുന്ന അണ്ടർപാസിന്റെ അവിടുന്ന് നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിനും അതുപോലെ തന്നെ ചേരമൺ ജുമാ മസ്ജിദും വഴി വരുന്ന ആളുകൾ പടാക്കുളം അണ്ടർപാസ് വഴി വന്നിട്ട് നിങ്ങൾക്ക് 6 വരിപ്പാതയിൽ കയറാൻ ഉള്ളൊരു എൻട്രി കൊടുത്തിട്ടുണ്ട്. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ CI ഓഫീസ് ജംഗ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എൻട്രി വരുന്നത്. എന്തായാലും ഒരു പ്രശ്നം കരുതണ്ട, കാരണം എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ വരുന്നതാണ്. അതുപോലെ തന്നെ സൈൻ ബോർഡിൽ പേര് എഴുതിയിട്ട് ഒരു ചെരിഞ്ഞ ആരോ മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉടനെ ആയിട്ട് ഒരു എക്സിറ്റ് വരുന്നുണ്ടെന്നാണ് അർത്ഥം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മതിലകം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നേരെ ചന്തപ്പുര ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ എക്സിറ്റ് എടുത്തിട്ട് നേരെ പടാക്കുളം വന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കും അതുപോലെ തന്നെ ചേരമൺ ജുമാ മസ്ജിദിന്റെ അവിടേക്കൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു സംഭവം പറഞ്ഞു, നമ്മൾ ഈ CI ഓഫീസ് ജംഗ്ഷൻ്റെ അവിടെ ഒരു അണ്ടർപാസ് പാസ്സായിട്ടുണ്ട് എന്നുള്ളൊരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, അവിടെ കാണിച്ചു തന്നിരുന്നു അതൊക്കെ. പക്ഷേ ഇപ്പം അതിനോടനുബന്ധിച്ചിട്ട് ഒരു വർക്കും ഇവിടെ നടക്കുന്നില്ല കേട്ടോ. കാരണം ഇനി ഇവിടെ വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും ഫ്ലെക്സ് ഒന്ന് വെച്ചിരുന്നു അണ്ടർപാസ് പാസ്സായി എന്നുള്ളത്. പക്ഷേ ഇതുവരെയായിട്ടും അതിനോടനുബന്ധിച്ചിട്ട് ഒരു വർക്കും ഈ CI ഓഫീസ് ജംഗ്ഷൻ്റെ അവിടുത്തെ സിഗ്നലിൻ്റെ അവിടെ നടന്നിട്ടില്ല. അപ്പം ഇനി അടുത്ത ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ചന്തപ്പുര കേട്ടോ. അപ്പം ചന്തപ്പുര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഭാഗത്ത് എൻട്രി ഉണ്ട്, ഒരു ഭാഗത്ത് എക്സിറ്റും ഉണ്ട്. അപ്പം എൻട്രി ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ എക്സിറ്റ് വലതു ഭാഗത്ത് കണ്ട നിങ്ങൾ. അതാ ഞാൻ പറഞ്ഞ നേരെ നമ്മൾ മതിലകം ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ഈ ചന്തപ്പുര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ലെഫ്റ്റ് എടുത്ത് സർവീസ് റോഡുകൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ചേരമൺ ജുമാ മസ്ജിദും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. എന്തായാലും കോട്ടപ്പുറം പാലം കഴിഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ റീച്ച് തുടങ്ങുന്ന സ്ഥലം മുതൽ പിന്നീട് ചന്തപ്പുര ഫ്ലൈ ഓവർ വരെ പൂർണ്ണമായിട്ട് 6 വരിപ്പാതയുടെ രീതിയിലുള്ള വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ എൻട്രിയും എക്സിറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ കൊടുങ്ങല്ലൂർ ബൈപ്പാസിന് 2 ഭാഗത്തുമുള്ള സർവീസ് റോഡ് 2A ആയിരുന്നു. ഇവിടെ ഇനി 2A ആവുമെന്നറിയില്ല, കാരണം പല സ്ഥലത്തും 2A ആയിട്ടില്ല. എപ്പോഴും പണികൾ പൂർത്തിയാക്കിയ സ്ഥലങ്ങളിൽ പോലും മാർക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത് സിംഗിൾ ലൈൻ ആയിട്ടാണ്. പിന്നെ ആകെ കൂടി 2A ആയിട്ട് മാർക്കിംഗ് വന്നിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ചന്തപ്പുര ഫ്ലൈ ഓവറിന് അവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ 6 വരിപ്പാത കടന്നു പോകുന്നത്. കോതപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒന്ന് താഴത്തേക്കാണ്ട് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ ചന്തപ്പുര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം കൂടി വരുന്നുണ്ട്. ആ 2 പാലം കണക്ട് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് കേട്ടോ. പിന്നെ പോലെ തന്നെ ആ പാലത്തിന് പ്രത്യേകത ഉണ്ട്, ആ പാലത്തിൻ്റെ അടിഭാഗത്തു കൂടിയാണ് ഒരു സൈഡിലുള്ള സർവീസ് റോഡ് കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു പാലത്തിനിടയിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോകുന്ന പാലം നിർമ്മിച്ചിരിക്കുന്നത്. അത് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ഇവിടെയൊക്കെ 2 ഭാഗത്തും RE പാനലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. RE പാനൽ പൂർണ്ണമായിട്ട് ജിയോ സ്ട്രാപ്പ് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെമ്മണ്ണും അതുപോലെ തന്നെ പുഴയിൽ നിന്ന് ഡ്രെഡ്ജ് ചെയ്ത മണ്ണും ഉപയോഗിച്ചിട്ടാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്തപ്പുര കഴിഞ്ഞിട്ട് കോതപ്പറമ്പ് ഭാഗത്തേക്ക് സർവീസ് റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളാണ് ഈ ഭാഗത്തുള്ള പാലത്തിൻ്റെ അടിഭാഗത്തു കൂടെ കടന്നു പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തായിട്ട് സെൻറ് തോമസ് ചർച്ച് ഉണ്ട്. ആ ചർച്ച് എത്തുന്നതിന് മുൻപായിട്ടാണ് സർവീസ് റോഡ് പാലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അതിനേക്കാളും ചെറിയൊരു മാറ്റം മാത്രമേ ഈ ഭാഗത്ത് വന്നിട്ടുള്ളൂ. കാര്യമായിട്ടൊരു മാറ്റം കണ്ടിരിക്കുന്നത് കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടെ നിന്ന് പിന്നീട് നമ്മളെ
ചന്തപ്പുര ഫ്ലൈ ഓവർ വരെ എത്തുന്ന സ്ഥലമുള്ള റോഡിൽ പൂർണ്ണമായിട്ട് മാർക്കിംഗ് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊക്കെ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് മണ്ണ് ഉയർത്തി വന്നിട്ടുണ്ടെന്ന് മാത്രം, അല്ലാതെ വേറെ കാര്യമായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടാണ് വീണ്ടും പിന്നീട് അടുത്ത ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത്, കോതപ്പറമ്പ് അണ്ടർപാസ് കേട്ടോ. അപ്പോൾ അവിടെ വരെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോതപ്പറമ്പ് ഭാഗത്തേക്ക് വരുന്ന ആളുകൾ എറണാകുളം ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കോട്ടപ്പുറം പാലം കഴിഞ്ഞ ഉടനെ എക്സിറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ സർവീസ് റോഡ് കൂടെ വേണം പൂർണ്ണമായിട്ട് വന്നിട്ട് കോതപ്പറമ്പ് ഭാഗത്തേക്ക് എത്താൻ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ ഇൻ്റർലോക്കിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുമുണ്ട്. ഇനി ഈ ഭാഗത്താണ് എൻട്രിയും എക്സിറ്റിൻ്റെ ഒരു സംശയം വരുന്നത്, കോതപ്പുറമ്പ് അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ പള്ളിനട ഭാഗത്തേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ വലത് ഭാഗത്തായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ മിക്കവാറും ഒരു എക്സിറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്നിട്ട് ഇറങ്ങിയ നേരെ പിന്നെ ചന്തപ്പുര വരെ ജംഗ്ഷനിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഇടത് ഭാഗത്ത് വാസുദേവ വിലാസം വളവുണ്ട്. ആ വാസുദേവ വിലാസം വളവിൻ്റെ അവിടെ കാര്യമായിട്ട് ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പം ഈ വാസുദേവ വിലാസം വളവിൻ്റെ അവിടുന്ന് പിന്നീട് ആല ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കാനുണ്ട്. അവിടെ മിക്കവാറും ഒരു എൻട്രി വരുന്നതായിരിക്കും. അല്ലാതെ വേറൊരു എൻട്രി ഭാഗത്തുള്ള ചന്തപ്പുര ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ എൻട്രി കിട്ടിയാൽ മാത്രമേ 6 വരിപ്പാതിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു എക്സിറ്റ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിനട ഉണ്ട്. പള്ളിനട എത്തുന്നതിന് മുൻപായിട്ടാണ് എക്സിറ്റ് ഉള്ളത്. അവിടെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇതിൽ പല ആൾക്കാരും വിചാരിച്ചിരുന്നു ഈ ക്രാഷ് ബാരറിൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ട സ്ഥലത്തായിരിക്കും എക്സിറ്റും എൻട്രിയും വരിക എന്നുള്ളത്. പക്ഷെ അതങ്ങനെയല്ല, അവർ താൽക്കാലികമായിട്ട് അങ്ങനെ ഗ്യാപ്പ് ഇട്ട് തുടങ്ങിയതാണ്. കാരണം അവരുടെ വാഹനം കയറാനും പിന്നെ അതുപോലെ തന്നെ പണികൾ നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ തിരിച്ചുവിടാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ പല സ്ഥലത്തും ഇപ്പോൾ അടച്ചിട്ടുണ്ട്. പിന്നെ മാറ്റി വേറെ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ എൻട്രിയും എക്സിറ്റും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആല എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. പഴയ റോഡാണ് ഈ വന്ന് കയറുന്നത് ഇടത് ഭാഗത്തു കൂടെ. ഇവിടെയാണ് ഇനി ഒരു ചെറിയ വർക്ക് നടക്കാനുള്ളത്. പിന്നെ ഇനി പറയുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല സ്ഥലത്തും 6 വരിപ്പാതയുടെ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. അവരുടെ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് അവരെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പല വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട്. ഈ അടുത്ത് ചാവക്കാട് എടക്കഴിയൂർ ഭാഗത്ത് ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് വാഹനം. എന്തായാലും വേവോളം നിങ്ങൾ കാത്തിരുന്നില്ലേ, ഇനി 6ഓളം നിങ്ങൾ കാത്തിരിക്കുക. കാരണം 6 വരിപ്പാതയുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് 6 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ധൃതി പിടിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തോട് യാത്ര ചെയ്ത് വെറുതെ അപകടം വിളിച്ചു വരുത്തരുത്. ഡൈവേഷൻ്റെ ബോർഡ് വെച്ചിട്ട് പോലും ജനങ്ങൾ പലരും ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. രാത്രി കാലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറാൻ പാടില്ല. കാരണം പല സ്ഥലത്തും മാറ്റങ്ങൾ സംഭവിച്ചു. രാവിലെ കണ്ട മാതിരിയല്ല പല ദേശീയപാത 66ൻ്റെ റോഡുകളും പിന്നീട് വൈകുന്നേരം കാണുമ്പോൾ പല സ്ഥലത്തും വീണ്ടും ഡൈവേഷൻ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആല കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ പുരിബസാറിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ വാഹനം പോകാൻ അനുമതിയില്ല. പല ആളുകളും ഇപ്പോഴും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇനി നടക്കേണ്ട വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുള്ള ക്രാഷ് ബാറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട്. അതുപോലെ തന്നെ സൈൻ ബോർഡുകൾ ഇനിയും ഈ ഭാഗത്ത് വരാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ ശാന്തിപുരം എന്ന് പറഞ്ഞ ഭാഗം കേട്ടോ. അപ്പോൾ ശാന്തിപുരം ഭാഗത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. ഒരു ചെറിയ റോഡായിരുന്നു ആ ഭാഗത്ത് ഉണ്ടായിരുന്നൊക്കെ. കണ്ടമാനം മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നീടാണ് പള്ളിനട എന്ന് പറഞ്ഞ ഭാഗം. ഈ പള്ളിനട ഭാഗത്താണ് ഒരു FOB വരുന്നത്. കാൽനട മേൽപ്പാലം വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. ഇവിടെ ഒരു അണ്ടർപാസ് വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അണ്ടർപാസും ഒന്നല്ല വന്നിരിക്കുന്നത്, FOB ആണ് വന്നിരിക്കുന്നത്. എന്തായാലും FOB കിട്ടുക അതന്നെ ഏറ്റവും വലിയ കാര്യം. പല സ്ഥലത്തും FOB ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ വളരെയധികം ദുരിതത്തിലുമാണ്. അപ്പം പുരിബസാർ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് എക്സിറ്റും എൻട്രിയും വരുന്നത്. ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മതിലകം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മതിലകം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻട്രിയും കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ച് വരുന്നുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്, എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ ലഭിക്കുന്നതാണ്. തീരദേശ പാതയുടെയും മലയോര ഹൈവേൻ്റെയും PWD റോഡ് അതുപോലെ തന്നെ പുതിയ പുതിയ പാലങ്ങളെ കുറിച്ച് കേരളത്തിൽ നിർമ്മാണത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നിങ്ങളെ വിരൽത്തുമ്പിൽ ലഭിക്കുന്നതാണ്. 2022 മുതൽ ഞാൻ ദേശീയപാത 66ൻ്റെ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതലുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ഓരോ ഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഇപ്പോൾ പ്രവർത്തികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭാഗങ്ങളും 2022 എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ കണ്ടുവെക്കുക. എന്നാലും നമുക്ക് ദേശീയപാത 66ൻ്റെ വികസനങ്ങളിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാവട്ടെ. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന മാറ്റങ്ങളൊന്നുമില്ല. പണ്ട് 2 വരിപ്പാതയുള്ള സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ 6 വരിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. എക്സിറ്റും എൻട്രി നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈൻ ബോർഡുകളൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എവിടേക്കാണ് എൻട്രിയും എക്സിറ്റും വരിക. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വരിപ്പാതയുടെ പണികൾ പല ഭാഗത്തും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല.
ഒരിക്കലും നിങ്ങൾ പണികൾ പൂർത്തിയാക്കാത്ത 6 വരിപ്പാതയുടെ മുകൾ ഭാഗത്തോടെ യാത്ര ചെയ്യരുത് കേട്ടോ. അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പോലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.